ടു താടിയും ബോട്ടും ടോക്സ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്താണെന്ന് വെച്ചാൽ, ജാസി ഗിഫ്റ്റിനെ കോളേജ് സ്റ്റേജിൽ വെച്ച് അവിടുത്തെ പ്രിൻസിപ്പളെ അപമാനിച്ച സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രിൻസിപ്പളിന്റെ പ്രതികരണം എന്താണെന്നുള്ളതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ടോക്ക്. അപ്പൊ പ്രിൻസിപ്പളിന്റെ മീഡിയ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു, കുസാറ്റിന്റെ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, എക്സ്റ്റേണൽ മ്യൂസിക് പെർഫോമൻസ് പാടില്ല, ഇനോഗ്രൽ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് സാറ് വന്ന് 5 പാട്ട് പാടും. അത് ഞാൻ സമ്മതിച്ചു. സാറിന്റെ കൂടെ ആരും പാടാൻ പാടില്ല, കോ സിംഗർ ഉണ്ടാകാൻ പാടില്ല, ഒരു പെർഫോമൻസ് ആകാൻ പാടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. എക്സ്റ്റേണൽ പെർഫോമൻസ് ആകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുട്ടികൾ അത് സമ്മതിച്ച് സാറിനോട് കൺവേ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. സാറ് മാത്രമേ പാടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് തലേദിവസം തന്നെ പോലീസൊക്കെ ഇത് പറ്റില്ല, ഈ പരിപാടികൾ, ഇങ്ങനെ ഒരു പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞാണ്. എന്റെ റിസ്കിലാണ് അതവിടെ നടക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ടീച്ചറാണ് ഉത്തരവാദി, ടീച്ചറും മാനേജറുമാണ് ഉത്തരവാദി എന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഉറപ്പിലാണ് ഞാൻ ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ സാറിനോട് കൺവേ ചെയ്തിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പൊ 2ാമത്തെ പാട്ടാണ് സാർ കോ സിംഗറിന്റെ കൂടെ പാടിയത്. 3ാമത്തെ പാട്ടും സാർ രണ്ടുപേരും കൂടെ തുടങ്ങുന്നത് കണ്ടപ്പോഴാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത്. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞ പ്രകാരം സറ്റിലന്നുണ്ടായ ആ പ്രോഗ്രാമിലെ ഉണ്ടുനള്ളിലൊക്കെ ഒരുപാട് പേർക്ക് പരിക്കും മരണമൊക്കെ സംഭവിച്ചതുകൊണ്ട് അതിനുശേഷം ഒരു നിയമം വന്നിട്ടുണ്ട്, ഇങ്ങനെ ബാൻഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുശേഷം എന്താ കോളേജുകളിലൊന്നും കോളേജ് ഡേ സെലിബ്രേഷനോ അടിച്ചുപൊളി പാട്ടുകളോ പ്രോഗ്രാംസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോലും അവിടെ ഭയങ്കരമായിട്ട് ക്രൗഡ് പോലെ സ്റ്റുഡൻസ് ഇരിക്കുകയും അടിച്ചു പൊളിക്കുകയും, എന്താ പറയാ, ആ ലെവലിൽ നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോ ഈ പ്രിൻസിപ്പളിന് ഈ നിയമം അതേപോലെ പാലിക്കണമെന്നുണ്ടെങ്കിൽ ജാസി ഗിഫ്റ്റിനെ പോലുള്ള ഒരാളെ വിളിക്കേണ്ട കാര്യമില്ല. കാരണം ജാസി ഗിഫ്റ്റിന്റെ പോലെയുള്ള ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ആ പുള്ളി പാടുന്ന പാട്ട് ഏത് തരത്തിലുള്ള പാട്ടാണ്? അടിച്ചു പൊളി ഒപ്പം നിന്ന് ഡാൻസ് കളിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ട് തന്നെയാണ്. ഇങ്ങനെ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ താളം പിടിക്കുന്ന, ഇങ്ങനെയൊക്കെ ഇരുന്ന് താളം പിടിക്കുന്ന സൈസ്, അങ്ങനത്തെ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ ആയിട്ട് എല്ലാവരും ശാന്തരായിട്ട് ഇരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഭാഗവതരെയോ അത്തരത്തിലുള്ള ക്ലാസിക്കൽ മ്യൂസിഷ്യൻസിനെയൊക്കെ വിളിച്ചാൽ മതിയായിരുന്നു, അല്ലേ? ഈ പ്രിൻസിപ്പൾ അപ്പൊ ഇത്രയും ആ നിയമം തുള്ളിച്ചാട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ പോലീസ് അകമ്പടികൾ ഉണ്ടായിരുന്നു, വല്ലാണ്ട് കളിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറയണമെങ്കിൽ ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള ഒരാളെ വിളിക്കുമ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മളാണെങ്കിലും അതിന് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അത് ഈ പ്രിൻസിപ്പൾ പറയുന്നതോട് യോജിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല, എനിക്കും പറ്റില്ല. ഇനി നമുക്ക് ബാക്കി കാണാം. കുട്ടികളെ നോക്കി, കുട്ടികളെ കണ്ടില്ല സാറിനോട് അത് കൺവേ ചെയ്യാനായിട്ട്. കുട്ടികൾ അപ്പോഴേക്കും ഇപ്പുറത്തോട്ടൊക്കെ പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരെ വന്ന് കുട്ടികളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്ത്. കുട്ടികൾ എന്നോടുള്ള പ്രോമിസ് ലംഘിച്ചു. മൈക്ക് സാറിനോട് ചോദിച്ചു വാങ്ങിക്കാതെ സാർ എനിക്ക് തരുവാണ് ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, സാറിന് തന്നെയാണെ പാടാൻ സാധിക്കും, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ആലോചിക്കാന്ന് പറഞ്ഞു. കാരണം കുട്ടികൾ അത് പ്രോമിസ് ലംഘിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, എന്തെങ്കിലും അങ്ങനെ വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് ഇത് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും എല്ലാവരും ഉണ്ട് അവിടെ. അതങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് എനിക്കാണ് പ്രശ്നം വരുന്നത്, കോളേജിനാണ് പ്രശ്നം വരുന്നത്. അത് പോലീസ് ഭയങ്കര വിജിലന്റ് ആണ്. ഇപ്പൊ കുസാറ്റിലെ സംഭവം കഴിഞ്ഞപ്പോൾ ഈ ഓർഡർ നേരത്തെ ഉള്ള 2015 മുതലുള്ള ഓർഡറാണ്. കുസാറ്റിലെ സംഭവം കഴിഞ്ഞിട്ടാണ് ഇത് ഭയങ്കര പ്രാബല്യത്തിലേക്ക് വന്ന് പോലീസ് സ്ട്രിക്റ്റ് ആയേക്കുന്നത്, കർക്കശമായേക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ അവിടെ വന്ന് പറഞ്ഞത്. ഞാൻ എന്നിട്ട് സാറിനോട് സംസാരിച്ചു. സാറ് പറഞ്ഞു, കുട്ടികൾ ഇത് കൺവേ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സിംഗിളായിട്ട് പാടാനായിട്ട് ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത്, സാറിന് സിംഗിളായിട്ട് പാടാം, അതിനൊരു കുഴപ്പമില്ല, ഇങ്ങനെ പാടാൻ എനിക്ക് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ജാസി ഗിഫ്റ്റുകാർ ഒരു പാട്ട് പാടി, അത് കഴിഞ്ഞപ്പോ രണ്ടാമത് ജാസി ഗിഫ്റ്റ് സാറിന്റെ കൂടെയുള്ള വന്ന ബാൻഡിലുള്ള വേറൊരാൾ ഒരു പാട്ട് അവർ ഒരുമിച്ച് ചേർന്ന് പാടി. അതും ആ പാടിയ ആള് നമ്മുടെ സുജിത് ജയരാജനെയാണ് പറയണത്. ജാസി ഗിഫ്റ്റിന്റെ ബാൻഡിലുള്ള പുള്ളിയാണ്. ആ ആള് പാടുമ്പോ ഡാൻസ് കൂടി കളിക്കാൻ തുടങ്ങിയപ്പോ
പ്രിൻസിപ്പളിനെ അങ്ങോട്ട് പേടി. പോലീസുകാരും എല്ലാവരും അങ്ങോട്ട് പേടിച്ചു. എന്തിനാ ഇത്ര പേടിച്ച് ശ്വാസം മുട്ടി ഈ ജാസി ഗിഫ്റ്റിനെ പോലുള്ള ആളുകളെ ഇപ്പൊ വിളിക്കണേ? പുള്ളി പാട്ട് പാടി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും, ജനിച്ചിട്ടുള്ള ഒരാൾ പോലും ഡാൻസ് കളിക്കാതിരിക്കില്ല എന്ന് ഈ പ്രിൻസിപ്പളിന് അറിയില്ലേ? ഈ പ്രിൻസിപ്പൾ തന്നെ പറയുന്നു ജാസി ഗിഫ്റ്റിന്റെ ഡാൻസും പാട്ടും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ടെന്ന്. എന്നാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് ഒന്നും കളിക്കാത്ത ശുദ്ധ സംഗീതം എന്നൊക്കെ ഇവർ വിശ്വസിക്കുന്ന തരത്തിൽ എല്ലാവരും ഇരുന്ന് കാണുന്ന തരത്തില് മറ്റേ പ്രമദവനം വീണ്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇല്ലേ? വല്ല ഭാഗവതരെയോ ഇതുപോലെ ക്ലാസിക്കൽ പാട്ട് പാടുന്ന ഒരുപാട് പ്ലേ സിംഗേഴ്സും ഉണ്ട്. അവരൊക്കെ ഈ പ്രിൻസിപ്പളിനെ വിളിച്ചെങ്കിൽ പോലീസുകാർക്ക് മടങ്ങി അവിടെ ഒടിയിൽ ഇരുന്ന് ഉറങ്ങായിരുന്നു, കുട്ടികളും ഇരുന്ന് ഉറങ്ങിയേനെ. എന്തിനാണ് പിന്നെ ഈ കോളേജ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി ഈ സ്റ്റുഡൻസിന്റെ തീരുമാനത്തിന് ഈ പ്രിൻസിപ്പള് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ ഇത്രയും പേടിച്ചിട്ട് ജാസി ഗിഫ്റ്റ് അവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ ഒപ്പം കൂടിയുള്ള ആള് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞ് ഇത്രയും പേടിക്കാനാണെങ്കിൽ പിന്നെ ഈ ഒരു പരിപാടിക്ക് ഇങ്ങനെ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എനിക്കത് മനസ്സിലായില്ല. പറഞ്ഞ കോളേജിലെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാൻ റെസ്പോൺസിബിൾ ആണ്. ഞാൻ എന്നിട്ട് മൈക്കിന്റെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ അവിടെ സംസാരിച്ചു. കുട്ടികളോടായിട്ട് സാറിനോടായിട്ടും ഞാൻ സംസാരിച്ചു. സിംഗിൾ ആയിട്ടാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്തു. സാറിന് ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഞാൻ സാറിനെ ബഹുമാനിക്കുന്ന ആളാണ്. സാറിന്റെ പാട്ടുകളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ്. അത് അങ്ങനെ ഒരു ഉദ്ദേശമേ എനിക്കില്ലായിരുന്നു. ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. കുട്ടികൾ അങ്ങനെ എന്റെ വാക്കുകൾ അതുപോലെ ലംഘിച്ചല്ലോ എന്നോർത്ത് ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. അത് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ രണ്ടുപേരുള്ള പാട്ടുകളാണല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്. അതെനിക്ക് അനുവദിക്കാൻ നിയമം എന്നെ അനുവദിക്കുന്നില്ല അത് അനുവദിക്കാനായിട്ട്. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റേജിൽ കയറേണ്ടി വന്നതും അങ്ങനെ പറയേണ്ടി വന്നതും. സാറിനെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ സാറിന് ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സാറിനെ അതിനെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഇതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, സാറ് ഒറ്റയ്ക്ക് പാടിയിരുന്നെങ്കിൽ കുഴപ്പമില്ല, സാറിന്റെ കൂടെ വന്ന കോസിംഗർ പാടിയതാണ് പ്രശ്നം. കോസിംഗർ ഡാൻസ് കളിക്കുന്നു, കൂടെയുള്ളവർ ഡാൻസ് കളിക്കുന്നു. ഈ ജാസി ഗിഫ്റ്റ് സാറ് ഒറ്റയ്ക്ക് പാടിയാലും ഈ കൂടെയുള്ളവർ ഡാൻസ് കളിക്കും. അത് ഈ പ്രിൻസിപ്പൾ ഇതുവരെ കണ്ടിട്ടില്ലേ? ജാസി ഗിഫ്റ്റ് സാറ് ഒറ്റയ്ക്ക് പാടിയ കുഴപ്പമില്ല എന്ന് പറയുന്നു. ജാസി ഗിഫ്റ്റ് സാറ് ഒറ്റയ്ക്ക് പാടിയാലും കുട്ടികൾ ഉന്മാദലഹയിൽ അടിച്ച് പൊളിച്ച് പാടും. നമ്മള് വീടിന്റെ അകത്തൊരു പെൻഡ്രൈവ് കുത്തിയിട്ട് ലജ്ജാവതി മന്നക്കിളിയും വെക്കുമ്പോ ഇപ്പൊ തന്നെ തുള്ളി ചാടും ഞങ്ങള്. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പാട്ടിന് അത്രയും ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്ത് നോൺസെൻസ് ആണ് ഈ പ്രിൻസിപ്പൾ പറയണതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ജാസി ഗിഫ്റ്റ് സാർ ഒറ്റയ്ക്ക് പാടുകയാണെങ്കിൽ കുഴപ്പമില്ല, കൂടെ വന്ന ആള് പാടുന്നതാണ് കുഴപ്പം. ഒറ്റയ്ക്ക് പാടുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഒറ്റയ്ക്ക് പാടില്ല ഞാനൊന്നും. മൂന്നാമത്തെ പാട്ട് പാടുകയാണെങ്കിൽ നമ്മുടെ കോസിംഗറും പാടുമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി ഒന്ന് ആലോചിക്കണം ഇനി ഈ പരിപാടി മുന്നോട്ട് പോണതിനെ പറ്റിയെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. ഈ പ്രിൻസിപ്പൾ ആലോചിച്ച് പിടിച്ച് സമയത്തിന് ഇനി വലിയ കാലൊക്കെ പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ജാസി ഗിഫ്റ്റിനില്ല. കാരണം ജാസി ഗിഫ്റ്റിനെ അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ്. വലിഞ്ഞു കയറി ആ കോളേജിൽ ഒരു പാട്ട് പാടാൻ അവസരം തരുമോ, ഒരു പാട്ട് പാടാൻ അവസരം തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നതല്ല എന്ന കാര്യം ഈ പ്രിൻസിപ്പൾ മറന്നുപോയി. ആ കുട്ടികൾക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാണ് അവരെല്ലാം പ്രതിഷേധിച്ചത്. ഈ പ്രിൻസിപ്പളിനെതിരെ ഒരു മൊത്തം പ്രതിഷേധിച്ചത്. ഈ പ്രിൻസിപ്പിൾ പറയുന്ന ഈ ന്യായങ്ങളൊന്നും ശരിയല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? ഇല്ല. ഒരു കലാകാരനെ, ഒരു കലയെ അപമാനിക്കലാണ്. എന്ത് വേണമെങ്കിൽ പ്രിൻസിപ്പളിന് പറയാനുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ ആ ഒരു പാട്ട് പാടിക്കൊണ്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ, ഒരു ഡാൻസർ ആണെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർട്ടൻ ഇടുന്ന ഒരു അവസരം വന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ പാടിക്കൊണ്ടിരിക്കുമ്പോ ഓടി വന്ന് ആ മൈക്ക് മേടിച്ചിട്ട് ഈ വക ചെറ്റവർത്താനം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിന് പകരം ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ പാട്ടൊന്ന് തീരണ വരെ ഒന്ന് ക്ഷമിക്കുക. ബാക്ക് സ്റ്റേജിൽ പോയി ഇന്ന പോലെ ജാസി സാറെ ഭയങ്കര മര്യാദയൊക്കെ കൊടുത്ത് സംസാരിച്ച് പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് മര്യാദ കൊടുത്തിട്ട് പേരിന്റെ അറ്റത്ത് സാറേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളാണെങ്കിൽ അവിടെ എന്ത് മര്യാദയാണ്? ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പാട്ടും കൂടി തീരാനിരിക്കുകയാണ്. ഇന്ന പോലെയൊക്കെ ഞാൻ പിള്ളേരായി പറഞ്ഞിരുന്നു. വയലൻസ് പാടില്ല. കുട്ടികളൊപ്പം ഡാൻസ് കളിക്കുന്നതിനാണ് ഈ വയലൻസ് പറയണേ. അല്ലാണ്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസുകാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കൂടെ ഒരാൾ കൂടി അയാളെ പാടുകയാണെങ്കിൽ പിള്ളേര് പിന്നെയും ഡാൻസ് കളിക്കും. അത് തന്നെ തെറ്റാണ്. വെറുതെ ഒരു പെൻഡ്രൈവ് വെച്ചിട്ട് ഞാൻ തന്നെ ഡാൻസ് കളിക്കും ഡെയിലി. ഞങ്ങളിവിടെ എല്ലാവരും ഡാൻസ് കളിക്കും. ജാസി ഗിഫ്റ്റിന്റെ പാട്ട് പാടി കഴിഞ്ഞാൽ എല്ലാവരും ഡാൻസ് കളിക്കും.
ഇതുപോലെ മാന്യമായ രീതിയിൽ ആ പാട്ടൊന്നും തീരണ വരെ ഈ പ്രിൻസിപ്പളിന് ക്ഷമിക്കായിരുന്നു, എന്നിട്ട് പോയി ഒന്ന് പറയായിരുന്നു. ഈ പ്രിൻസിപ്പൾ ഇതിനെതിരായിട്ടുള്ള ഈ പ്രതികരണം പറഞ്ഞിരിക്കുന്നത് ജാസി ഗിഫ്റ്റിനും ഈ പ്രതികരണത്തോട് യോജിക്കാൻ പറ്റില്ല, 100% പറ്റില്ല. നിങ്ങൾക്ക് പറ്റോ? ഇല്ല. നമുക്ക് പറ്റോ? ഇല്ല. ഒരു കലാകാരനെ വിളിച്ചു വരുത്തി അപമാനിച്ചു. ഇതിൽ പരം ഒരു സ്റ്റേറ്റ്മെന്റും ഇതിന് പറയാനില്ല. വളരെ മോശമായിപ്പോയി. അപ്പോ നമ്മുടെ ജാസി ഗിഫ്റ്റ് ഒരു മാന്യനായ വ്യക്തി ആയതുകൊണ്ടും ഒരു പാവായതുകൊണ്ടും ഒരു സോഫ്റ്റ് പേഴ്സൺ ആയതുകൊണ്ടും അങ്ങേരുടെ മാന്യത കാണിച്ചത് കൊണ്ടാണ് ആ സ്റ്റേജിൽ വെച്ച് ആ പുള്ളിക്കാരിയായിട്ട് തർക്കിക്കാതെയും അലമ്പുണ്ടാക്കാതെയും ആ പുള്ളിക്കാരെ അധിക്ഷേപിക്കാതെ ഒന്നും ഈ മൈക്ക് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ സിംഗിളായിട്ട് പാടണമെങ്കിൽ പാടിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ 2 ആളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന, അതുകൊണ്ട് ഞങ്ങൾ 2 ആളെ പാടുള്ളൂ, ഞാൻ പാടുന്നില്ല പറഞ്ഞ് പുള്ളി ഇറങ്ങി പോയി. തിരിച്ചു വന്നിട്ടും ഈ സംഭവം ആളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും വളരെ മാന്യമായിട്ട് തന്നെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് മാന്യമായിട്ടാണ് ആള് അതിനെ പ്രതികരിച്ചത്. ആളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു അനുഭവമാണിത്. ആളുടെ ഇത്രയും വർഷത്തെ കരിയറിൽ ആൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും മോശമായ ഒരു അനുഭവമാണെന്ന് ജാസി ഗിഫ്റ്റ് എടുത്തു പറയുന്നുണ്ട്. ആൾ കുറച്ചെങ്കിലും മര്യാദ ഉള്ളത് കൊണ്ടാണ് ആള് ഈ ഒരു രീതിയിൽ വളരെ മാന്യമായി പ്രതികരണവുമായിട്ടൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്. മോശമായി വേറെ മറ്റാരെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഓൺ സ്റ്റേജിൽ തന്നെ ബോഡി ഷെയ്മിങ് ചെയ്ത് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ജു പാത്രോസും ബിനിയടിമാലിയൊക്കെ സ്പോട്ടിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് മേടിച്ചിട്ട് അലമ്പുണ്ടാക്കണൊക്കെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു മനുഷ്യൻ മാന്യതയോടുകൂടി പെരുമാറി അവിടുന്ന് ഇറങ്ങി പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു കോളേജ് പ്രിൻസിപ്പൾ ചെയ്ത കാര്യത്തെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്താണ് തോന്നുന്നത്? ജാസി ഗിഫ്റ്റ് അവിടെ തുടർന്നും ഒരാളായിട്ട് തന്നെ പാടണമായിരുന്നു, അതോ പ്രിൻസിപ്പള് പറഞ്ഞതിന്റെ സൈഡാണോ? നിങ്ങൾ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ്? നിങ്ങൾക്ക് ഇതിന് എന്ത് തോന്നുന്നു എന്നുള്ളത് നമുക്ക് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ അടുത്ത നല്ല ഒരു ടോക്കായിട്ട് കാണുന്നതിലേക്കും താടിയും പൊട്ടും ടോക്സ്. ബൈ.